ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ മഡോസിനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടാട്ടോ വന്നേക്കുന്നത്. നമ്മൾ താഴേക്ക് വന്നു, പക്ഷെ മുന്നേ എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ ഇന്ന് കുറേ കണ്ടന്റുകളുണ്ടല്ലോ, നിങ്ങളെല്ലാം കാണിച്ചു തരണമല്ലോ എന്ന് വിചാരിച്ച് വീഡിയോ എടുക്കുന്നത്. സോ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മതെ കുറച്ച് ചെടികളൊക്കെ നട്ടു വെക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകതരം മൈലാഞ്ചി എന്നൊക്കെയാണ് പറയുന്നത്. എന്നാ അമ്മേനെ പറയുന്നത് പേര്? മൈസൂർ മൈലാഞ്ചി. മൈസൂർ മൈലാഞ്ചി ശരിക്കും മൈലാഞ്ചിയുടെ ഇല പോലെ ഇരിക്കണ ഇതാണ്. പക്ഷെ മറ്റേതല്ലേ കൂടുതൽ അങ്ങനെ മൈലാഞ്ചി എന്ന് പറഞ്ഞ് ഞാൻ കേട്ടേക്കണേ. ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് ചെടിയാട്ടോ. ഈ ഒരു ചെടി കണ്ടോ, ഇത് നമ്മുടെ വീടിന് മുറ്റത്ത് ഒരുപാട് ഉണ്ടായിരുന്നായിരുന്നു കേട്ടോ. ഈ ഇടക്കാലം കൊണ്ട് വീണ്ടും കിട്ടിയതാണ്. അപ്പം ഇങ്ങനെ കൂടിനകത്ത് വെച്ച് നട്ടു വെച്ച് ഉണ്ടാക്കിയതാണേ. പക്ഷെ നന്നിട്ടില്ലേ. ഇന്ന് നമ്മൾ കുറച്ച് പെയിൻറ്റിങ് പരിപാടികളൊക്കെ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. ഇന്ന് നമ്മളതിൻ്റെ ഉള്ളിൽ വാർലി ആർട്ട് ചെയ്യുന്ന പരിപാടികളാണ്. കുറേ ചെയ്തു, ഇന്നിനി ബാലൻസ് പെൻഡിങ് ആയിട്ട് ഒരു റൂം ഫുള്ള് ചെയ്തേ. ഇതുണ്ട, ഇതാണ് വാർലി ആർട്ട്. കണ്ടോ, നല്ല രസമല്ലേ. ഇത് ഫുള്ള് ഞാനിങ്ങനെ ചെയ്തായിരുന്നു, ഒരു റൂം ഫുള്ള്. ഇനി ഈ ഒരു റൂമുകളെ കൂടി പെൻഡിങ് ആയിട്ടുണ്ട്. കണ്ട, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെട്ടം കുറവുണ്ട്. ഇപ്പം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആട്ടോ. നമ്മൾ കുറേ വരച്ച് കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഒരു ഹാഫ്, ഈ ഒരു ഭിത്തി ഫുള്ളുള്ളി വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് നമുക്കൊരു പ്രൊമോഷൻ്റെ കാര്യമായിട്ട് കോട്ടയം വരെ പോകണം കേട്ടോ. സോ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബസ്സിൽ എവിടെ പോയിട്ടുണ്ടെങ്കിലും അപ്പം എനിക്ക് വോമിറ്റിങ് പ്രശ്നമാണ്. എനിക്കതുകൊണ്ട് തന്നെ ആദ്യമേ എനിക്ക് ദൂരെ എവിടെ പോകുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നതോ ഛർദ്ദിക്കാൻ വരുമല്ലോ എന്ന് പറഞ്ഞൊരു ടെൻഡൻസി. ഇപ്പോഴും ഞാനതാ വിചാരിക്കുന്നു, ഇനി അവിടെ ഛർദ്ദിച്ചൊരു പരുവത്തിലെത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെ പോകാനും എനിക്ക് പൊതുവെ ഇപ്പോൾ താല്പര്യമില്ല. ഇങ്ങനെ താല്പര്യം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ അത് എവിടെയെങ്കിലും പോകാൻ താല്പര്യമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഈ വയർ ഇഷ്യൂസ്, എപ്പോഴും ഈ ഗ്യാസ്ട്രിക്, വോമിറ്റിങ്, ഇതൊക്കെ കാരണം ഇപ്പം എനിക്ക് പോകാനേ തോന്നില്ല. എനിവേ പോവാ. ടിപ്പൂസ് ബാ. ഗൈസ്, വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ടിപ്പുവിൻ്റെ കണ്ണിനൊരു ചെറിയൊരു വീക്കമുണ്ട്. ഇങ്ങോട്ടൊന്ന് കണ്ണൊന്ന് കാണിക്കാവോ? എന്നെ പറ്റിയേക്കുന്ന ഒരു ഐഡിയ ഇല്ല. പൊറോട്ട മാത്രമാണ് ഇഷ്ടമുള്ള ഫുഡ്. ചോറ് വേണ്ട, ബ്രെഡ് വേണ്ട, ഒരു സാധനവും കൊടുക്കണ്ട. കടയിൽ നിന്നുള്ള എന്തെങ്കിലും എണ്ണ പലഹാരം, പൊറോട്ട, ഇതൊക്കെയാണ് ടിപ്പുവിന് ഇഷ്ടമുള്ള ഒരേ ഒരു സാധനം. അതുകൊണ്ടാണ് കണ്ടില്ല ഫുള്ള് ആരോഗ്യമൊക്കെ പോയി മെലിഞ്ഞിരിക്കാൻ തുടങ്ങി. രാവിലെയൊക്കെ ചോറ് കൊടുക്കുമ്പോഴത്തേക്കും ചോറാണോ, എൻ്റെ പട്ടിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി. അങ്ങനെയാണ്. ഇപ്പം കണ്ണ് ഏതാണ്ട് പറ്റി. കണ്ണിന് രാവിലെ മരുന്നൊക്കെ ഒഴിച്ചായിരുന്നു, ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഈ ഡ്രോപ്പ് ഒന്ന് കണ്ണൊന്ന് കാണിച്ചു തരാമോ? ഈ കണ്ണ് കുഴപ്പമില്ല, മറ്റേ കണ്ണിനെ പ്രശ്നം. പാവം, പണ്ടേ കണ്ണ് കാണില്ല, ഇപ്പൊ ഒന്നും കൂടെ കണ്ണ് കാണില്ലാത്ത അവസ്ഥയായി. പോട്ടെ, വാ. ഇപ്പം പട്ടികളുടെ കരച്ചിൽ കേട്ടിട്ട് ആണോ നോക്കുവാണ്. കണ്ണൊന്ന് കാണിക്കാവോ? കണ്ടോ ഒരു കണ്ണ്. ഗൈസ്, നമ്മളങ്ങനെ കോട്ടയം എത്തിയിട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 3:30 ഇപ്പോൾ ടൈം 8:30 ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരുപാട് ബസ് മാറി വരേണ്ടി വന്നു കേട്ടോ. നമ്മളിപ്പോൾ 2 o'clock വരുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ പറയുകയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഡയറക്റ്റ് കോട്ടയത്തിന് വരുവാണെങ്കിൽ നമ്മൾ അടിമാലിയിൽ നിന്ന് 2 o'clock, ആഫ്റ്റർനൂൺ 2 o'clock ഡയറക്റ്റ് ഒരു ബസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബസ് മാറി മടുക്കും. ഒരു 4 ബസ് ഇങ്ങനെ മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചില്ല ഗൈസ്. എവിടെയെങ്കിലും പോകണം, ഫുഡ് കഴിക്കണം. എൻ്റെ മനസ്സിൽ പാൽക്കപ്പയൊക്കെയാണ്. പോയി നോക്കാം. ഇവിടെ എവിടെയാ നല്ലൊരു ഫുഡ് സ്പോട്ട് നോക്കി ഇങ്ങനെ നമ്മൾ നടക്കുമല്ലോ. ഓൾറെഡി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ബ്ലോക്ക് 5 എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോ ബാറാട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് ഇത് ശരിക്കും ഒരു റിവ്യൂവും കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് ഫുഡ്, ഹൈപ്പ് അനുസരിച്ച് സംഭവങ്ങളുണ്ടോ എന്നൊക്കെ പോയി നോക്കാം കേട്ടോ. നന്നായിട്ട് വിശക്കുക.
പക്ഷേ ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് ലൈറ്റായിട്ട് പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം കേട്ടോ. ഇപ്പം നമ്മൾ മനോരമ ജംഗ്ഷനിലെത്തി കേട്ടോ. ഇതിന് തൊട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മൾ ഈ പറഞ്ഞ ഹോട്ടലുള്ളത്. സോ ഗൈസ് ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നോ തലവേദന എടുക്കും, എന്താ അറിയത്തില്ല. ഇവിടെ പ്ലേ ചെയ്യുന്ന സെയിം സംഭവമാണ് എൻ്റെ പ്ലേലിസ്റ്റ്. അയ്യോ കൂടുതലൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല, ഇവിടെ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അടിപൊളി ആംബിയൻസ് ആട്ടോ, നോക്കിക്കേ അങ്ങോട്ട് നോക്കൂ. എന്താ അവിടെ കാണുന്നത്? അയ്യോ കാണാൻ പറ്റുന്നില്ലല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലോ. ഫുഡ് കഴിച്ചു. നല്ല തലവേദനയാണ്, നല്ല വെയിലത്തിങ്ങനെ വന്നുകൊണ്ട് നല്ല തലവേദനയാട്ടോ. ഇനി നമ്മൾ കിടക്കാൻ പോവാണേ. നാളെ 6 o'clock എണീക്കണം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഡോണ്ട് നോ, വിൽ സി. സോ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ വീഡിയോ ഉള്ളത് ചെണ്ടി കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ വീഡിയോ. ഇന്ന് വലിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു, ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് അത്രേ ഉള്ളൂ കേട്ടോ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ആണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. And also subscribe to my channel. So അടുത്തൊരു വീഡിയോ കാണുന്നത്.